ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചപ്പപ്പായും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടും കഴിച്ചിട്ടും ഇല്ലാത്തൊരു ഐറ്റം തന്നെ ആയിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു പപ്പായയുടെ പകുതി തൊലിയും കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഞാനിവിടെ 1.5 കപ്പ് പപ്പായ ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പപ്പായ ഒന്ന് ആദ്യം നെയ്യിൽ വഴറ്റിയെടുക്കണം. അതിന് മുൻപായിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ നെയ്യിലേക്ക് തന്നെ 4 വലിയ സ്പൂൺ റവ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. നെയ്യുടെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന രീതിയിലൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുക. ഒരുപാട് സമയം എടുത്തിട്ട് വറുത്തെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഈ റവയൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ആ പാനിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പപ്പായയുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുമ്പോഴേക്കും പപ്പായയുടെ ആ ഒരു റോസ്മെല്ലൊക്കെ പോയിട്ട് നെയ്യിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ആ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് പഞ്ചസാര മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വരണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് 3 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ തമ്മനയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആ പപ്പായയുടെ ഉള്ളിലേക്ക് ഒഴിച്ച മുട്ടയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഉടഞ്ഞ് കിടക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവയില്ലേ അത് ഇതിലേക്ക് ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ റവ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുള്ള പപ്പായ ഇല്ലേ അത് നല്ല പോലെ തണുത്തതിന് ശേഷം അതും പിന്നെ ഒരു 4 വലിയ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പാല് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. മധുരമുള്ള ഏത് പലഹാരത്തിലേക്കും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു പ്ലേറ്റിൽ ഒഴിച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതിൻ്റെ താഴെ ഒരു വാഴയില നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ കൂട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കുമ്പോഴേക്കും ഇത് നല്ല പോലെ വെന്ത് കിട്ടും. അതിൻ്റെ മുകളിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് തുറക്കുകയാണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീനായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. സൈഡ് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ വിടിയിച്ച് കൊടുക്കുകയാണ് കേട്ടോ. താഴ്ഭാഗത്ത് നമ്മൾ ഇല വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ കിട്ടും. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞാൻ വെറുതെ ഒരു ഐഡിയ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്